ഇടത് സർക്കാരിന്റെ ദില്ലി സമരത്തിന് കർണാടക അടക്കമുള്ള കോൺഗ്രസ് സർക്കാരുടെ പിന്തുണ. കേന്ദ്രവിരുദ്ധ സമരത്തിൽ വെട്ടിലായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. കേരളത്തിന്റെ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ദേശീയ നേതാക്കളടക്കം പരസ്യ പിന്തുണ നൽകുന്നതാണ് സംസ്ഥാനത്തെ നേതാക്കളെ കുഴയ്ക്കുന്നത്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയമായ അവഗണന, സാമ്പത്തികമായി കേരളത്തിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ, ഇതിനെതിരെ ഒന്നിച്ചു നിന്നുള്ള പോരാട്ടത്തിനാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തെ ക്ഷണിച്ചത്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷവും കോൺഗ്രസും ഇത് തള്ളി. കേന്ദ്രത്തിനെതിരായുള്ള പ്രമേയം സമരവും ഞങ്ങൾ ഈ CPM-ന്റെ കൂടെ അല്ലെങ്കിൽ ഈ LDF സർക്കാരിന്റെ കൂടെ ഒരുമിച്ച് ഒരു സമരത്തിനും ഇല്ലാന്ന് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതല്ലേ. BJP ഇതര സർക്കാരുകൾ നേരിടുന്ന പൊതുവെല്ലുവിളിയാണ് കേരളം ഉയർത്തുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ലെങ്കിലും മറ്റു സംസ്ഥാന നേതാക്കൾ തിരിച്ചറിഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ നേതാക്കൾ കേന്ദ്രവിരുദ്ധ പോരാട്ടത്തിൽ കേരളത്തിനൊപ്പമെന്ന് പ്രഖ്യാപിച്ചു. They have written to her. Kerala government has written to my chief minister. We have an assembly session. Lot of issues are there. After all, they are our neighbors. They are our neighbors. We respect them. We respect them. They are contributing to the world's economy, country economy. Why not? See, it is for all of them. All of them. It is a country. Let everyone who are suffering should be benefited of it. Like I said, Congress, anywhere where there is injustice and economic disparity happening with respect to states, we are okay with that. If Kerala is asking the same thing, then naturally we have to support. കേരളത്തിന് കേന്ദ്രം നൽകാനുള്ള 57,000 കോടിയുടെ കുടിശ്ശിക, കടമെടുപ്പ് പരിധിയുടെ വെട്ടിക്കുറയ്ക്കൽ, നികുതി വിഹിതത്തിലെ കുറവ്, ഇതിലൊന്നും പ്രതിപക്ഷത്തിന് മറുപടിയില്ല. സങ്കുചിതമായ രാഷ്ട്രീയ മുതലെടുപ്പിലാണ് പ്രതിപക്ഷത്തിന്റെ കണ്ണ്. പക്ഷേ കൂടുതൽ BJP ഇതര സംസ്ഥാനങ്ങൾ പരസ്യമായി രംഗത്തു വരുന്നതും സമരത്തിന് ലഭിക്കുന്ന പിന്തുണയും കേരളത്തിലെ കോൺഗ്രസിന് തിരിച്ചടിയാണ്. കർണാടകം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റ് ആണല്ലോ. അവര് ആ സംസ്ഥാനം നേരിടുന്ന വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമരത്തിന് തയ്യാറായത്. എന്നാൽ അവർ പലരും അവിടെ സംസാരിച്ചവരും ഒക്കെ നല്ല രീതിയിൽ തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് നല്ല സമീപനമായി അവരോട് അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകം നന്ദി എന്ന് ഞാൻ പറയുന്നതിന് കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ മനോഭാവത്തെക്കുറിച്ച് അവർക്ക് അറിയാവുന്നതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിത് പരസ്യമായി പറഞ്ഞത് എന്നത് കാണണം. അത് കേരളത്തിലെ കോൺഗ്രസിനുള്ളൊരു മറുപടി കൂടിയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നിർവൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.